ഹലോ, നമസ്കാരം. ഞാൻ ഐറിൻ ജേസൺ. ഏവർക്കും തേൻമൊഴിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. BRC കുറവലങ്ങാടിന്റെ ആശയമായ ഈ റേഡിയോയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്കാദ്യം BRCയിലെ സോജ ടീച്ചറിനെ കേൾക്കാം. ഏവർക്കും നമസ്കാരം. ഈ COVID-19 മഹാമാരിക്കാലത്ത് സ്കൂളുകളൊന്നും തുറക്കുന്നില്ല, കുട്ടികൾക്കൊന്നും സ്കൂളിൽ വരാൻ കഴിയുന്നില്ല. എല്ലാവരും ആകെ വിഷമത്തിലാണ്. കുറവിലങ്ങാട് BRCയുടെ പരിധിയിൽ വരുന്ന എല്ലാ സ്കൂളുകൾക്കും വേണ്ടി ഇതാ ഒരു റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുന്നു. തേൻമൊഴി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ റേഡിയോയിൽ ഓരോ ആഴ്ചയിലും ഓരോ സ്കൂളിന് വീതം പങ്കെടുക്കാം. ഈ റേഡിയോയിൽ കുട്ടികളുടെ കഥ, കവിത, നാടൻപാട്ട്, പ്രസംഗം, നാട്ടറിവ്, കൃഷിപാഠം, ചർച്ചകൾ, അഭിമുഖങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികൾ ഉൾപ്പെടുത്താം. ആദ്യത്തെ ദിവസമായ ഇന്ന് സെന്റ് ആഗ്നസ് മുട്ടിയറയിലെ കുരുന്നുകളുടെ മൊഴിമുത്തു കിലുക്കങ്ങളാണ് കേൾക്കാൻ പോകുന്നത്. ഇതിൽ പങ്കെടുത്ത് സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. എല്ലാ വ്യാഴാഴ്ചകളിലും തേൻമൊഴിക്ക് വേണ്ടി നിങ്ങൾ ഏവരും കാതോർക്കുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളെ ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി ടീച്ചർ. ടീച്ചർ പറഞ്ഞതുപോലെ COVID-19 എന്ന മഹാരോഗത്തിന്റെ പിടിയിൽ ലോകമാകെ ബുദ്ധിമുട്ടിലാണ്. സ്കൂളുകളൊന്നും തുറക്കുന്നില്ല, സ്കൂളിൽ വരാനോ കൂട്ടുകാരെ കാണാനോ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്നും ഒരു റേഡിയോ എന്ന ആശയം നടപ്പിലാക്കാൻ കുറവലങ്ങാട് BRCയിൽ നിന്നും ആവശ്യപ്പെട്ടു എന്ന വിവരം ഞങ്ങളുടെ HM സിസ്റ്റർ റോസ് ജോ അറിയിച്ചത്. ഞങ്ങൾ ഒട്ടും വൈകിയില്ല. കവിതകളും പാട്ടുകളും പ്രസംഗവും നാട്ടറിവുകളും എല്ലാം ഓഡിയോ രൂപത്തിൽ അയച്ചു കൊടുത്തു. 2 ദിവസം ഞങ്ങൾ കാത്തു. ഇതാ ഞങ്ങളുടെ പേരും തേൻമൊഴിയിലൂടെ. ഒത്തിരി സന്തോഷമായി. ഞങ്ങൾ എല്ലാവരും ചേർന്ന് സ്കൂളിൽ പരിപാടികൾ അവതരിപ്പിച്ച പോലെ. BRC കുറവലങ്ങാടിന്റെ ആദ്യ പ്രക്ഷേപണമായ തേൻമൊഴിക്ക് ആശംസയേകാൻ നമ്മളോടൊപ്പമുള്ളത് മറ്റാരുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട AEO PS ശ്രീലത ടീച്ചറാണ്. ടീച്ചറിന്റെ വാക്കുകളിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. കുറവിലങ്ങാട് ഉപജില്ലയിലെ മുട്ടുച്ചിറ സെന്റ് ആഗ്നസ് LP സ്കൂളിൽ കുറവിലങ്ങാട് BRCയുടെ നേതൃത്വത്തിൽ ആദ്യമായി തേൻമൊഴി എന്ന പേരിൽ ഒരു റേഡിയോ പ്രക്ഷേപണം നടത്തുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ കോവിഡ് കാലഘട്ടത്തിൽ സ്കൂളുകളിൽ വരാനോ കൂട്ടുകാരുമായി ഒത്തൊരുമിച്ച് സന്തോഷിക്കാനോ ഒരു വഴിയുമില്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തേൻമൊഴി എന്ന റേഡിയോ പ്രക്ഷേപണം വളരെ പ്രാധാന്യമർപ്പിക്കുന്നു. കുട്ടികളിലെ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കുക, അവരെ കൂടുതൽ കർമ്മനിരതരാക്കുക, അറിവ് പരിപോഷിപ്പിക്കുക, അന്വേഷണാത്മക ത്വര ഉണർത്തുക, അധ്യാപകർ, രക്ഷിതാക്കൾ, കുട്ടികൾ എന്നിവർ തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് തുടങ്ങുന്ന ഈ സംരംഭത്തിന് 1000 നന്മകൾ നേരുന്നു. ഈ കൊച്ചുകൂട്ടുകാരുടെ ശ്രവ്യകലാവിരുന്ന് ഏറ്റെടുത്ത് നടത്തുന്ന സ്കൂൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, മറ്റു പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ എല്ലാം മറ്റുള്ളവർക്കൊരു മാതൃക തന്നെയാണ്. തേൻമൊഴി എന്ന റേഡിയോ പ്രക്ഷേപണത്തിന് ഉപജില്ലയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ടീച്ചറിന്റെ വാക്കുകൾക്ക് നന്ദി. ഇക്കഴിഞ്ഞ നവംബർ 1 കേരളപ്പിറവി ദിനമായാണ് നാം കേരളീയർ ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളും കുറച്ച് കേരള വിഭവങ്ങളുമായാണ് എത്തിയിരിക്കുന്നത്. കേൾക്കൂ, ആസ്വദിക്കൂ ഞങ്ങളുടെ മൊഴിമുത്തുകളുടെ കിലുക്കം. മിഥില നിതീഷിന് കേരളത്തെക്കുറിച്ച് എന്തോ പറയാനുണ്ടെന്ന് ഒന്ന് കേട്ടു നോക്കാം. മാന്യ സദസ്സിന് വന്ദനം. നവംബർ 1 മലയാളികളായ നാമെല്ലാം അഭിമാനപൂർവ്വം കേരള പിറവി ആഘോഷിക്കുന്ന ദിനം. 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനപ്രകാരമാണ് തിരുവിതാംകൂർ, കൊച്ചി, പഴയ മലബാർ എന്നീ പ്രദേശങ്ങൾ ചേർത്ത് മലയാള പ്രധാന ഭാഷയായ കേരള സംസ്ഥാനം ഉടലെടുത്തത്. തുടക്കത്തിൽ 5 ജില്ലകൾ മാത്രമാണ് കേരളത്തിന് ഉണ്ടായിരുന്നത്. പിന്നീട് ഇന്ന് നാം കാണുന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകൾ ചേർന്ന് നമ്മുടെ ഈ കൊച്ചു കേരളം കേരവൃക്ഷത്താൽ സമൃദ്ധമായ നാട്.
ആയതുകൊണ്ടാകാം കേരളം എന്ന പേര് വരാൻ കാരണം. മിഥിലയുടെ വാക്കുകൾ അറിവ് പകരുന്നവയായിരുന്നു. ഇനിയൊരു കുഞ്ഞിപ്പാട്ട് കേട്ടാലോ? കൃഷ്ണപ്രിയ റെഡിയാണ്. നവംബർ 1 ജന്മദിനം, കേരള നാടിൻ പിറവി ദിനം. ദൈവത്തിൻ്റെ നാടെന്ന് കേളി കേട്ട മലനാട്, ദൈവത്തിൻ്റെ നാടെന്ന് കേളി കേട്ട മലനാട്. വരിവാരി നിൽക്കും മലനിരകൾ, സ്വർണ്ണ കതിരണി പാടങ്ങൾ. വരിവാരി നിൽക്കും മലനിരകൾ, സ്വർണ്ണ കതിരണി പാടങ്ങൾ. മരതകപ്പട്ടിൻ ചേലോടെ വിളങ്ങുക നിത്യം മലനാട്, വരതകപ്പട്ടിൻ ചേലോടെ വിളങ്ങുക നിത്യം മലനാട്. വളരെ നല്ല പാട്ടായിരുന്നു അല്ലേ? പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നല്ലേ? ഇതാ കുറച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളുമായി ക്രിസ്റ്റി സിറിൽ എത്തുന്നു. കൃഷിയെക്കുറിച്ചുള്ള പഴഞ്ചൊല്ലുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. വിത്ത് ഗുണം 10 ഗുണം, വിത്ത് കുത്തി ഉണ്ണരുത്, മുളയിലറിയാം വിള, ഞാറില്ലെങ്കിൽ ചോറില്ല, വിത്തായം ചെന്നാൽ പത്തായം നിറയും, വിത്തിനൊത്ത വിള, നാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴയ്ക്കും, വിത്തില്ലാത്ത ഞാറില്ല, പത്തായം ഉള്ളടം പറയും കാണും, പത്തായം പട്ടിണി കിടക്കരുത്, പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്ന് വരും, പത്തായം വെറും ചക്കി കുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും, ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്, അടുത്ത് നട്ടാൽ അഴക് അകലെ നട്ടാൽ വിളവ്, കള പറിച്ചാൽ കളം നിറയും, കർക്കിടക ചേന കട്ടിട്ടെങ്കിലും തിന്നണം. ഈ പഴഞ്ചൊല്ലുകളൊന്നും മറക്കല്ലേ. BRCയിലെ ആദ്യത്തെ പ്രക്ഷേപണ സംരംഭമായ തേൻമൊഴിക്ക് ആശംസയർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു BPC ശ്രീമതി റീന എസ് ആനന്ദ്. റീന ടീച്ചറിന്റെ വാക്കുകൾക്ക് കാതോർക്കാം. കുറവിലങ്ങാട് സബ് ജില്ലയുടെ പരിധിയിൽ വരുന്ന എല്ലാ വിദ്യാലയങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ സ്വാഭാവിക പഠനത്തിന് തേൻമൊഴി കാരണമാകട്ടെ. സമകാലിക വെല്ലുവിളികളെ സർഗാത്മകത കൊണ്ട് നേരിടാം. പുതിയ ചിന്തകൾ, പുതിയ അറിവുകൾ, പുതിയ സന്തോഷങ്ങൾ. ഈ വിഭവ സങ്കലനം ഒരു മാന്ത്രിക ചെപ്പായി മാറട്ടെ. ഈ സംരംഭം നമുക്ക് കിട്ടിയ ഒരു അപൂർവ സമ്മാനമായി കരുതി ഇതിനെ നെഞ്ചോട് ചേർത്ത് വെക്കുവാൻ, കെട്ടിലും മട്ടിലും ഉള്ളടക്കത്തിലും കൂടുതൽ വൈവിധ്യത്തോട് ഓരോ വിദ്യാലയവും അവരുടെ സാന്നിധ്യം അറിയിച്ചു മുന്നേറുവാൻ BRCയുടെ പേരിൽ ആശംസ. സെന്റ് ആഗ്നസ് LP സ്കൂളിലെ പ്രധാന അധ്യാപികയായ സിസ്റ്റർ റോസ് ജോയ്ക്കും മറ്റ് അധ്യാപക സുഹൃത്തുക്കൾക്കും, കടുത്തുരുത്തിയുടെ കോർഡിനേറ്റർ സോജ ടീച്ചറിനും എൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾക്കും ഹൃദ്യമായ വിജയാശംസകൾ നേരുന്നു. ടീച്ചറിന് ഞങ്ങളുടെ നന്ദിയും സ്നേഹവും. ആൻറ്റിയും എത്തിയിട്ടുണ്ട്. എന്തിനാ? യോഗ പഠിപ്പിക്കാൻ എല്ലാവരും തയ്യാറായിക്കൊള്ളൂ. യോഗ നമുക്ക് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം നൽകുന്നു. രാവിലെ 4 മണി മുതൽ 6 മണി വരെ യോഗ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. യോഗ ചെയ്യുമ്പോൾ വായു സഞ്ചാരമുള്ളിടത്തിരുന്ന് വേണം ചെയ്യുവാൻ. ഭക്ഷണം കഴിച്ച് 3-4 മണിക്കൂർ കഴിഞ്ഞ് വേണം യോഗ ചെയ്യുവാൻ. തറയിൽ ഒരു ബെഡ്ഷീറ്റോ പായോ വിരിച്ചോ അതിൽ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി വേണം യോഗ അഭ്യസിക്കുവാൻ. വെറും തറയിൽ ഇരിക്കരുത്. യോഗയിലൂടെ നമുക്ക് കൂടുതൽ ഊർജം, ഓജസ്, ശാന്തത, ഉണർവ്, ആരോഗ്യം എന്നിവ ലഭിക്കുന്നു. ആദ്യം വേണ്ടത് ധ്യാനം. ഒരു വസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിവിധ വ്യായാമങ്ങൾ. 1. ശ്വസന വ്യായാമം. ശ്വാസകോശങ്ങളുടെ വികാസ സങ്കോചങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ശ്വസന വ്യായാമം സഹായിക്കുന്നു. 2. നാഡീശോധന പ്രാണായാമം. നാഡികൾ ശുദ്ധീകരിക്കുന്നു, ശരീരത്തിന് ആകമാനം ഊർജം നൽകുന്നു, ഹൃദ്രോഗികൾക്ക് വളരെ ഉപകാരം ചെയ്യുന്നു, ചുമയുമായി ബന്ധപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്നു. 3. സൂര്യനമസ്കാരം. സൂര്യനമസ്കാരം നമ്മളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുന്നു. മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്കും ബുദ്ധികൂർമ്മതയ്ക്കും സഹായിക്കും.
സൂര്യ നമസ്കാരം ശ്വാസകോശത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കും. പ്രമേഹം നിയന്ത്രണത്തിന് സഹായിക്കും. ശരീരഭാരം നിയന്ത്രിക്കും. അലസത മാറ്റും. 4. ത്രികോണാസനം. ത്രികോണം പോലെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പേര്. അരക്കെട്ടിലെ പേശികൾക്ക് ബലം കിട്ടുന്നു. തുടകൾ, തോളുകൾ, നെഞ്ച്, നട്ടെല്ല് ഇവയ്ക്ക് നല്ല ബലം കിട്ടുന്നു. 5. അർദ്ധചക്രാസനം. ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരം അർദ്ധചക്രം പോലെയാകുന്നു. നട്ടെല്ലിനു വഴക്കം, നട്ടെല്ലിലെ ഞരമ്പിന് ബലം കിട്ടുന്നു. 6. പാദഹസ്താസനം. കൈകൾ കൊണ്ട് പാദങ്ങളെ സ്പർശിക്കുന്നതിന് പറയുന്ന പേരാണ് ഇത്. നട്ടെല്ലിന് നല്ല വഴക്കം ലഭിക്കുന്നു. 7. വൃക്ഷാസനം. വൃക്ഷം പോലെ നിൽക്കുന്ന രീതിയാണിത്. കാലിലെ പേശികളെ ഇത് ശക്തിപ്പെടുത്തുന്നു. നന്ദി. ആൻജിയോ പറഞ്ഞു തന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ ഈ കൊച്ചു കേരളം ഒരു നാട്ടിൻ പ്രദേശമാണ്. ഒരു നാടൻ പാട്ടില്ലാതെ നമ്മൾ എങ്ങനെ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകും? കേൾക്കാം കാർത്തിക് എ മാധവന്. പൊന്നാരങ്കൊയ്യാമയം പൊന്നാരങ്കിളി മോളെ ഓ വെല്ലോരും വന്ന് കൊയ്യും മുമ്പേ എന്നാരും ചെന്നു വായോ ഓ മണ്ണുംചാടിയിരുന്നൊരു ചക്കൻ പെണ്ണും കൊണ്ടങ്ങ് പോയി മണ്ണുംചാടിയിരുന്നൊരു ചക്കൻ പെണ്ണും കൊണ്ടങ്ങ് പോയി തത്തച്ചുണ്ടൻ കിത്തിരിവാളിൽ നൃത്തം ചെയ്യണേ പൊന്നാരം കിളി കൊയ്യാൻ പോയ പൊന്നാരം കിളി മോളെ ഓ എല്ലാരും വന്ന് കൊയ്യും മുമ്പേ എന്നാരം കിളി പോയോ ഓ. എന്താ രസം അല്ലേ? ഇനി ഞാൻ കുറച്ച് നാട്ടറിവുകൾ പറഞ്ഞു തരാമേ. ഏതാനും ചില നാട്ടറിവുകൾ. നിസാരനല്ല പനിക്കൂർക്ക. നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ സുലഭമായി കണ്ടുവരുന്ന ഒന്നാണ് പനിക്കൂർക്ക. നമ്മുടെയൊക്കെ വീടുകളിൽ പനിക്കൂർക്ക നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. കൊച്ചുകുട്ടികൾക്ക് പനിക്കൂർക്ക ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിപ്പിച്ചാൽ പനിപ്പമ്പ അടക്കും എന്നാണ് പഴമക്കാർ പറയുന്നത്. പനിക്കൂർക്കയുടെ ഇല പിഴിഞ്ഞ് നീരെടുത്ത് കുടിക്കുന്നത് രക്തത്തിലെ pH മൂല്യം നിലനിർത്താനും മൂത്രതടസ്സം ഒഴിവാക്കാനും വൃക്കകളെ ആരോഗ്യപൂർവ്വം സംരക്ഷിക്കാനും സാധിക്കും. ഇലയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം A, ജീവകം C രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഇനി തുളസി ഇലയെക്കുറിച്ച്. ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് തുളസി. പല അസുഖങ്ങൾ വരാതിരിക്കാനും തുളസി സഹായിക്കും. ഇതിലെ ന്യൂജിനോൾ എന്ന ഘടകമാണ് ഇതിന് നമ്മെ സഹായിക്കുന്നത്. ശരീരത്തിൽ പ്രതിരോധ ശേഷി നൽകുന്നതിന് തുളസിയില ഇട്ട വെള്ളം കുടിക്കാം. ഇതിന് ബാക്ടീരിയകളെ ചെറുത്തു നിൽക്കാനുള്ള ശേഷിയുള്ളതാണ്. ലങ്സിന് അസുഖമുള്ളവർക്കും അലർജി സംബന്ധമായ അസുഖങ്ങൾക്കും തുളസി വെള്ളം കുടിക്കാം. ഇതിലെ പോളിഫിനോളുകളാണ് അസുഖം തടയാൻ സഹായിക്കുന്നത്. ധാരാളം അയൺ അടങ്ങിയ തുളസി വിളർച്ച പോലുള്ളവയെ തടയുന്നു. ദഹനത്തെയും വയറിന്റെ ആരോഗ്യത്തെയും സഹായിക്കുന്നു. ഇനി സാധാരണമായി കണ്ടുവരുന്ന ചില അസുഖങ്ങൾക്കുള്ള ഒറ്റമൂലി. ത്വക്ക് രോഗങ്ങൾക്ക് കീഴാർ നെല്ലിയും കൃഷ്ണ തുളസിയും അരച്ചു പുരട്ടുക. അല്ലെങ്കിൽ എരിക്കിന്റെ ഇലയുടെ നീരെടുത്ത് അതിൽ പച്ചമഞ്ഞൾ അരച്ച് പുരട്ടുക. പച്ചമഞ്ഞളും ആര്യവേപ്പിലയും അരച്ചു പുരട്ടുക. ഇനി ചെവി വേദനയ്ക്ക് വെളുത്തുള്ളി ചതച്ചത് വെളിച്ചെണ്ണയിൽ കാച്ചി ചെറുചൂടോടെ ചെവിയിൽ ഒഴിക്കുക. കണ്ണുവേദനയ്ക്ക് നന്ദ്യാർ വട്ടത്തിന്റെ പൂവ് ചതച്ച് നീരെടുത്ത് കണ്ണിൽ ഒഴിക്കുക. വിരശല്യത്തിന് പകുതി വിളഞ്ഞ പപ്പായ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിക്കുക. ദഹനക്കേടിന് ഇഞ്ചിനീരും ഉപ്പും ചെറുനാരങ്ങയും ചേർത്ത് കുടിക്കുക. ഉറക്കക്കുറവിന് കിടക്കുന്നതിന് മുൻപ് ഓരോ ടീസ്പൂൺ തേൻ കഴിക്കുക. പല്ലുവേദനയ്ക്ക് വെളുത്തുള്ളി ചതച്ചത് വേദനയുള്ള ഭാഗത്ത് വെക്കുക. തീപ്പൊള്ളലിന് തേൻ പുരട്ടുക. ജലദോഷത്തിന് തുളസിയില നീര്, ചെറിയ ഉള്ളി നീര് ഇവ ചെറു തേനിൽ ചലിച്ച് കഴിക്കുക. കേരളത്തിലെ മണ്ണിനങ്ങളെ പറ്റി പറയാൻ ജോവാൻ സജി ഇവിടെ ഉണ്ട്. ഒന്ന് കേട്ടാലോ? കേരളത്തിലെ പടിഞ്ഞാറൻ സമുദ്രതീരത്തും അതിനോട് ചേർന്ന് കിടക്കുന്ന സമതല പ്രദേശത്തും കണ്ടുവരുന്ന മണ്ണാണ് തീരദേശ മണ്ണ്. മഞ്ഞ് കലർന്ന തവിട്ട് നിറമുള്ള ഈ മണ്ണിൽ 80% മണലിന്റെ അംശമായതുകൊണ്ട് ഫലപുഷ്ടി കുറവാണ്. മൂലകങ്ങളും വളരെ കുറവായതുകൊണ്ട് ഈ മണ്ണിൽ ജൈവ വളങ്ങളും ജൈവ പദാർത്ഥങ്ങളും വളരെയധികം ചേർത്താലേ കൃഷി യോഗ്യമാവുകയുള്ളൂ. രണ്ടാമതായി എക്കൽ മണ്ണ്. പുഴയോരത്തും അതിനോട് ബന്ധപ്പെട്ട സമതല പ്രദേശത്തും കണ്ടുവരുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. താരതമ്യേന
ജൈവാംശം കൂടിയ മണ്ണാണ്. രാസ ഭൗതിക സ്വഭാവങ്ങളിൽ പ്രാദേശികമായി വ്യത്യാസം കാണിക്കുന്ന ഫലപുഷ്ടിയുടെ ഉള്ള ഈ ഇനം മണ്ണിലാണ് കൃഷി നന്നായി നടക്കുന്നത്. മഴക്കാലത്ത് വെള്ളപ്പൊക്ക ഭീഷണിയുള്ള ഈ ഇനം മണ്ണിന് നീർവാർച്ച കുറവാണ്. പുഴയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലായതിനാൽ മണ്ണൊലിച്ചു പോകുന്നതിനുള്ള സാധ്യതയുമുണ്ട്. കരിമണ്ണ് ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിൽ സമുദ്രനിരപ്പിന് താഴെയുള്ള ചതുപ്പുകളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് കരിമണ്ണ്. മണൽ കലർന്ന കളിമണ്ണാണിത്. 1 മീറ്ററിന് താഴെ അഴുകിയ ജൈവ പദാർത്ഥങ്ങളുടെയും തടിയുടെയും അംശം കാണപ്പെടുന്നു. വളരെ നീർവാർച്ച കുറഞ്ഞ ഈ ഇനം മണ്ണിന് അമ്ലത കൂടുതലാണ്. ഇരുമ്പിന്റെയും അലുമിനിയത്തിന്റെയും മറ്റ് ലവങ്ങളുടെയും അളവ് അധികമാണ്. വർഷകാലങ്ങളിൽ ഭൂരിഭാഗം സമയവും വെള്ളം കൊണ്ട് മൂടിക്കിടക്കുന്നു. ഫോസ്ഫറസ്, കാൽസ്യം എന്നിവയുടെ അഭാവമുണ്ട്. കുട്ടനാട് ഈ ഇനം മണ്ണാണ്. 4. വെട്ടുകൽ മണ്ണ്. മഞ്ഞ കലർന്ന തവിട്ട് നിറമുള്ള മുതൽ ചുവപ്പ് കലർന്ന തവിട്ട് നിറം വരെ കാണപ്പെടുന്നു. മറ്റു മണ്ണിനങ്ങളെ അപേക്ഷിച്ച് താഴ്ച കുറവാണ്. ചെമ്മണ്ണ് കേരളത്തിലെ തെക്കൻ പ്രദേശങ്ങളിൽ തിരുവനന്തപുരം, നെയ്യാറ്റിൻകര താലൂക്കുകളിൽ കാണപ്പെടുന്ന മണ്ണിനമാണിത്. മലയോര മണ്ണ് ചരിവ് കൂടിയ മലകളിൽ കണ്ടുവരുന്ന ഒരിനം മണ്ണാണ് മലയോര മണ്ണ്. ഉരലും കല്ലുകളും കാണപ്പെടുന്നു. നിറട്ടുകൾ മണ്ണിനേക്കാളും അമ്ലഭാവം കുറവ്. എന്തെല്ലാം അറിവുകളാണ് നമുക്ക് ഈ തേൻമൊഴിയിലൂടെ കിട്ടുന്നത്. ആ മധുരിമ മനോജ് കുറച്ച് കുരുങ്ങിയ കടങ്കഥയുമായാണ് വരവ്. 1. പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറ്റം. ഉത്തരം ചീര. 2. അടിമുള്ള്, നടുകാട്, തലപ്പൂവ്. ഉത്തരം പൈനാപ്പിൾ. 3. ആദ്യം പാതി പാതി, പിന്നെ തൂങ്ങി തൂങ്ങി. ഉത്തരം വാഴക്കുല. 4. ചുള്ളിക്കൊമ്പിൽ മഞ്ഞക്കിളി. ഉത്തരം കശുമാങ്ങ. 5. ഇത്തിരി കുഞ്ഞൻ കുഞ്ഞിനെ കരയിപ്പിച്ചു. ഉത്തരം ചീനമുളക്. 6. പുറം പരപര, അകം മിനുമിന. ഉത്തരം ചക്ക. 7. അങ്ങാടിമുറ്റത്തു ഒന്നുരുണ്ടു. ഉത്തരം കുരുമുളക്. കുറച്ച് കുരുങ്ങിയെങ്കിലും എല്ലാ ഉത്തരങ്ങളും മധുരിമ തന്നെ പറഞ്ഞു തന്നു. അതുകൊണ്ട് എളുപ്പമായി അല്ലേ? ഇനി ഹന എലിസബത്ത് റോബിൻ പാട്ടുമായി എത്തുന്നു. ഒന്ന് കേൾക്കാം. കേരളം 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 പച്ചപ്പിൻ നാടാണ് കേരളം കേരളം. കേരത്തിൻ നാടാണ് കേരളം കേരളം. വയലിൻ്റെ നാടാണ് കേരളം കേരളം. കറുത്ത പൊന്നിൻ നാടാണ് കേരളം കേരളം. കേരളം 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 കേരളം. തണ്ണീർത്തൻ നാടാണ് കേരളം കേരളം. കായൽ തന്നാടാണ് കേരളം കേരളം. പുഴകൾ തന്നാടാണ് കേരളം കേരളം. കേരളം 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 കേരളം. ചാകയുടെ നാടാണ് കേരളം കേരളം. കരിമീനിൻ നാടാണ് കേരളം കേരളം. ചെമ്മീനിൻ നാടാണ് കേരളം കേരളം. ചേനയുടെ നാടാണ് കേരളം കേരളം. എന്തു നല്ല പാട്ട്. നമ്മുടെ ഈ കൂട്ടായ്മയുടെ അമരക്കാരി പ്രിയപ്പെട്ട HM സിസ്റ്റർ റോസ് ജോയുടെ വാക്കുകളിലേക്ക്. BRC കുറവിലങ്ങാടിൻ്റെ ആദ്യ സംരംഭമായ റേഡിയോ പ്രക്ഷേപണത്തിനായി ആദ്യമായി മുട്ടിച്ചിറ സെന്റ് ആഗ്നസ് LP സ്കൂളിനെ തിരഞ്ഞെടുത്തതിനും ഇവിടുത്തെ കുരുന്ന് പ്രതിഭകളുടെ കലാവൈഭവത്തെ ഉണർത്തുന്നതിനും വേണ്ടി ശ്രാവ്യ കലാവിരുന്നിൽ പങ്കെടുക്കുന്നതിന് അവസരം നൽകിയവരെ നന്ദിയോടെ സ്മരിക്കുന്നു. കുട്ടികളിലെ സർഗാത്മകത വളർത്താനും കൂട്ടായ്മയുടെ പാഠം മനസ്സിലാക്കുവാനും അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഐക്യം നിലനിർത്താനും ഇത് കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സംരംഭത്തിന് പിന്തുണയും പ്രചോദനവുമായി നിന്ന AEO ES ശ്രീലത മാഡത്തിനും BPC റീന ടീച്ചറിനും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. എല്ലാ കാര്യങ്ങളിലും സഹായഹസ്തവുമായി ഒപ്പമുണ്ടായിരുന്ന സോജ ടീച്ചറിനും ഹൃദയത്തിന്റെ തികവിൽ നിന്നും നന്ദി. റേഡിയോ പ്രക്ഷേപണത്തിൽ സഹകരിച്ച സെന്റ് ആഗ്നസ് LP സ്കൂളിലെ കുരുന്നുകൾക്കും സ്നേഹം നിറഞ്ഞ അധ്യാപകർക്കും പ്രിയ രക്ഷിതാക്കൾക്കും നന്ദി. ഏവർക്കും ഒന്നും കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ബായ്.